ഇപ്പൊ എന്താ എങ്ങനെയായിരുന്നു ഫീൽ, ഇപ്പൊ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ഇതിനേക്കാൾ നല്ലൊരു പ്രൊജക്ട് ചെയ്യണമെന്നുണ്ടോ? വലിയ വലിയ പ്രൊജക്ടുകൾ ചെയ്ത് മീൻസ് നല്ല നല്ല പ്രൊജക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വർക്കുകൾ ചെയ്യാൻ പറ്റൂല. അപ്പൊ അതങ്ങനെ തോന്നുന്നുണ്ടോ ഇനി ഇതിനും ഉയരങ്ങളിലേക്ക് പോകണമെന്നുള്ള? അതെ അതെ, അത് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മളിപ്പം തുടക്ക സമയത്ത് ഒരു ലക്ഷ്യമില്ലാതെ വന്നതാണ്. അതിങ്ങനെ മറ്റുള്ളവർ തെളിക്കുന്നതനുസരിച്ച് പോയത്. പിന്നീടാണ് നമ്മളൊരു വഴി ഉണ്ടാക്കി നമ്മുടെ ഇപ്പം ആ ഡയറക്ഷൻ തുടങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ ആ ഡയറക്ടർ ആയതിനു ശേഷമാണ് നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു വഴി ക്രിയേറ്റ് ചെയ്യുന്നത്. ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പം ഇതിൽ നല്ല തന്നെ ഓരോന്ന് ചെയ്യുമ്പോഴും അടുത്തത് എങ്ങനെ ചെയ്യാം, അടുത്തത് നന്നാക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് തന്നെയാണ് ചിന്തിക്കുന്നത്. ഓരോ സിനിമയും ഇപ്പം ഞാനൊരു സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിനിമ ആദ്യത്തെ സിനിമയായിട്ട് തന്നെയാണ് എപ്പോഴും നമ്മൾ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ആദ്യത്തെ സിനിമയ്ക്ക് വന്ന അതേ ടെൻഷനിലാണ് ഇപ്പോഴും ഞാൻ സിനിമ ചെയ്യുന്നത്. അതിലൊന്നും മാറ്റമൊന്നുമില്ല. പക്ഷേ എന്താ പറയുക, ഇത് കൂടുതൽ നന്നാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇത് പോരാ എന്നുള്ളത് തന്നെയാണ് മനസ്സിൽ എപ്പോഴും നമ്മളെ മനസ്സിലുണ്ടാവുക. അപ്പോൾ പുതിയ പുതിയ സിനിമകൾ വരണം, അല്ലെങ്കിൽ നല്ല സിനിമകൾ വരണം എന്ന് തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പ്രൊജക്ട്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ടിക്കി ടാക്ക എന്ന് പറഞ്ഞൊരു പടം, ആസിഫ് അലിയുടെ. അതെ. പിന്നെ ഒന്ന് ആശകളായിരം. 2 പടമാണ് ഇപ്പോൾ നടക്കുന്നത്. ആശകളായിരം ഷൂട്ട് ജസ്റ്റ് കഴിഞ്ഞു. ഇനി 1-2 ദിവസത്തെ ഷൂട്ട് ഉണ്ടാകും.